ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ദീർഘമായി ഈ ഘട്ടത്തിൽ പോകുന്നില്ല. 7 മണിക്ക് എല്ലാവരും പറഞ്ഞ് അവസാനിപ്പിക്കുന്നതുകൊണ്ട് ദീർഘമായി പോകുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത്തരമൊരു ഫെസ്റ്റിന്റെ ഭാഗമായി ഇവിടെ സംവദിക്കാൻ, ചർച്ച ചെയ്യാൻ, ഇവിടെ പങ്കെടുത്തവരെല്ലാം അവരുടേതായ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെമിനാർ നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രത്യേകമായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ നികേഷ് തമ്പിയെ അഭിനന്ദിക്കുന്നു. കഴിഞ്ഞ വർഷവും ഈ വർഷവും കറ്റാനത്തിന് ഭരണക്കാവിന് ഇങ്ങനെ ഒരു നല്ല അന്തരീക്ഷം പകർന്നു നൽകി ഒരു മനോഹരമായ പരിപാടി ഗംഗാധരൻ സാറിൻ്റെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും കാർഷികരുടെയും എല്ലാം നേതൃത്വത്തിൽ ഇത്തരം ഒരു പരിപാടി ഭംഗിയായി നടത്തുന്നതിൽ തമ്പി ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഈ സെമിനാർ മാധ്യമങ്ങളും പൊതുസമൂഹം എന്ന സെമിനാർ വൈകിയാണ് ആരംഭിച്ചതുള്ളതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ചെറിയ വാക്കുകളിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ AM ഭാഷർ അവരുടെ നമ്മുടെ സെമിനാറിൻ്റെ പ്രിയപ്പെട്ട അധ്യക്ഷ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ദീപ, ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പ്രിയപ്പെട്ട മുൻ MLA R രാജേഷ്, നമുക്കെല്ലാം സ്വാഗതം ആശംസിച്ച വൈസ് പ്രസിഡന്റ് നായർ സാറ്, ശ്യാമളാദേവി, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാർ, ദീർഘമായ ഒരു സംസാരത്തിലേക്കൊന്നും പോകുന്നില്ല ആരും. അതുകൊണ്ടാരും വിഷമിക്കണ്ട. ഈ ഗംഗാധരൻ സാറ് ഞങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കുകളിലേ ഞങ്ങൾ പറയുള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അല്പം ചർച്ച ചെയ്തു പോകേണ്ട ഒരു കാര്യമായി ഇതിൻ്റെ സംഘാടകർക്ക് തോന്നിയത് കൊണ്ടാണ് ഇത്തരമൊരു സെമിനാർ, ഇത്തരമൊരു വിഷയം ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മാധ്യമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് ഇടപെടുന്നത്? ഒരു കാലത്ത് എങ്ങനെയായിരുന്നു ഇടപെട്ടിരുന്നത്? നമ്മുടെ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ പങ്കുവഹിച്ചവരാണ് മാധ്യമങ്ങൾ. അതിൽ കുറേ മാറ്റം വന്നിരിക്കുന്നു നമ്മുടെ അനുഭവത്തിലൂടെ. ശരിയായ വസ്തുതകൾ ജനങ്ങളിൽ എത്തിക്കുവാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനും അതുവഴി ശരിയായ തരത്തിൽ ജീവിക്കാനുമുള്ള അവസരം ഒരുക്കി കൊടുക്കൽ ഒരു മാധ്യമ ധർമ്മമാണ്. അതാണ് ഒരു മാധ്യമ ധർമ്മം. അത്തരത്തിൽ പ്രവർത്തിക്കുന്നവർ ഇന്ത്യയിലാകെ പരിശോധിച്ചാൽ വിരലിലെണ്ണാവുന്ന കുറച്ച് പേരെ ഉണ്ടാവും. അങ്ങനെയുള്ളവരെ ഇവിടെ രാജേഷ് സൂചിപ്പിച്ചതുപോലെ അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ശരിയായ വസ്തുതകൾ, വാർത്തകൾ പുറത്തു വരുന്നാൽ അവരുടെ കുടുംബവും കൊണ്ടുവരുന്ന ആളിനും പിന്നെ ഭൂമിക്ക് മേളിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. അത്തരമൊരു കാലഘട്ടം. അപ്പം ഞാനൊരു പഴയ ഒരു കാര്യം ഓർത്തു പോയതാണ്. തിരുവനന്തപുരത്ത് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സമരം, വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വലിയൊരു സമരം നടന്നു. ആ സമരത്തിൽ പങ്കെടുത്ത, ഇപ്പോഴും പേര് ഞാൻ മറന്നുപോയിട്ടില്ല, ഗീനാകുമാരി എന്ന ഒരു കുട്ടിയുടെ തല തല്ലി പൊളിച്ച് രക്തം വാർന്നൊഴുകി ഒരുപാട് പേർക്ക് ആക്രമണം. 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പത്രത്തിൻ്റെ ആ ഫോട്ടോ വന്നിട്ടുണ്ട്. അടിക്കുറിപ്പ് നമ്മുടെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തെ ബംഗാളിലെ ഭരണാധികാരികളുടെ ക്രൂരത എന്നാണ് അടിക്കുറിപ്പ് എഴുതിയിരിക്കുന്നത്. സംഭവം എന്താണ്? തിരുവനന്തപുരത്ത് നടന്ന ഒരു വിദ്യാർത്ഥി സമരത്തിന് നേരെയുള്ള പോലീസിൻ്റെ അതിക്രമമായിരുന്നു. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട 1-2 പത്രങ്ങൾ കൊടുത്ത് അതിൽ ഒരു പത്രമാണ് ഇത്തരം ഒരു പടം കൊടുത്തിട്ട് അടിക്കുറിപ്പ് എഴുതിയിരിക്കുന്നത്. അത്തരത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ സമീപനമൊന്നും
ആ പത്രങ്ങളും ദൃശ്യമാധ്യമ പ്രവർത്തകരും പത്രപ്രവർത്തകരുമൊക്കെ മറ്റാരുടെയോ പിടിയിൽ അമർന്നിരിക്കുന്നു. എങ്കിലേ അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. ശരിയായ വസ്തുതകൾ ജനങ്ങളിൽ അറിയാൻ പാടില്ല. മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പുറത്തേക്ക് കൊണ്ടുവരാവൂ എന്ന ശാഠ്യം പിടിച്ചുകൊണ്ട് പത്രപ്രവർത്തകരെ വിലയ്ക്ക് എടുത്തിട്ടുണ്ടോ എന്ന് നാം സംശയിക്കപ്പെടുന്ന തരത്തിലാണ് ഇപ്പോൾ പത്രപ്രവർത്തനം നടക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ അങ്ങനെയല്ല. സമൂഹത്തിൽ ഉണ്ടായിരുന്ന ജീർണതയെ മാറ്റാൻ അടിമ ഉടമ വ്യവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബോധവൽക്കരിച്ച് അതിനെതിരായി കരുത്തുള്ള മനസ്സുകളാക്കി മാറ്റിയതിൽ പത്രങ്ങൾക്കൊരു പങ്കുണ്ടായി. അതോടൊപ്പം സാംസ്കാരിക രംഗത്ത് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കഥകളിലൂടെ, കവിതകളിലൂടെ, നാടകങ്ങളിലൂടെ, മറ്റ് കലാപരിപാടികളിലൂടെ ഈ ജീർണിച്ച സാമൂഹ്യ വ്യവസ്ഥയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അതിനെതിരായി പ്രതികരിക്കാൻ കരുത്തുള്ള മനുഷ്യ മനസ്സുകളെ പാകം ചെയ്തെടുത്തതിൽ സാംസ്കാരിക സംഘടനയെപ്പോലെ തന്നെ പത്രപ്രവർത്തകരും അതിൻ്റെ ചുമതല നിറവേറ്റിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം മാറ്റമുണ്ടായിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കൂടുതലായി സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് 1991 ശേഷമാണ്. കൂടുതൽ ഇവിടെ രാജേഷ് സൂചിപ്പിച്ച ജാതിയും മതവും സമ്പത്ത് ഏറിയും കുറഞ്ഞും ഒക്കെ കൂടുതലായി വരാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത് അങ്ങനെയാണ്. ആഗോളവൽക്കരണ സ്വകാര്യവൽക്കരണ സമ്പ്രദായം നമ്മുടെ രാജ്യത്ത് ഉടലെടുക്കുമ്പോൾ പത്രമാധ്യമങ്ങളെയും അത്തരത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഭരണത്തിൽ ഉള്ളവർ പ്രതിപക്ഷം, ഭരണകക്ഷിയും പ്രതിപക്ഷവും, ഭരണപക്ഷത്തിനുണ്ടാകുന്ന ന്യൂനതകൾ ചൂണ്ടിക്കാട്ടുന്നത് പ്രതിപക്ഷത്തിൻ്റെ ചുമതലയാണ്. ആ ചുമതല പോലെ തന്നെ പത്രങ്ങൾക്കും ആ ചുമതലയുണ്ട്. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ വക്താക്കളാണ്. ഏതോ ഒരു രാജ്യത്ത് അസംബ്ലി കൂടുമ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കാൻ എണീക്കുമ്പോൾ മുഴുവൻ അംഗങ്ങളും എണീച്ച് നിന്ന് കൈകൂപ്പി നിൽക്കുന്ന എവിടെയോ ഒന്ന് വായിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം ജനങ്ങളുടേതാണ്. അവരുന്നയിക്കുന്ന ശരിയായ വസ്തുതകളായിരിക്കണം അത് പ്രചരിപ്പിക്കാൻ ചുമതലപ്പെട്ട പത്രങ്ങളും പത്രധർമ്മമാണ്. അപ്പം അത്തരത്തിലൊന്നും ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഗംഗാധര സാറൊക്കെ സംസാരിക്കാനുണ്ട്. ഇവിടെ നമ്മൾ കുറേ ദിവസം കൊണ്ട് 7 ദിവസമായി വിവിധ തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ ഡിവിഷൻ മെമ്പർ കൂടിയായിട്ടുള്ള നികേഷ് തമ്പി കഴിഞ്ഞ വർഷവും ഈ വർഷവും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും കലാരംഗത്തെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും അതോടൊപ്പം തന്നെ കലാപരമായ ആസ്വദിക്കുന്നതിനുള്ള അവസരം ഒരുക്കിക്കൊണ്ട് ഈ ഫെസ്റ്റ് നടപ്പാക്കുന്നു. അതിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായം. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി ഹൗസിംഗ് സൊസൈറ്റി പ്രസിഡന്റും ആയിട്ടുള്ള ശ്രീ ആർ ഗംഗാധര സാറിന് ഈ യോഗത്തിൻ്റെ ബഹുമാന്യയായ അധ്യക്ഷ, ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി കെ ദീപ, ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ മുൻ MLA ശ്രീ ആർ രാജേഷ്, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ബഹുമാന്യരെ, കഴിഞ്ഞ 7 ദിവസമായി ഉത്സവ ഛായയിൽ നടന്നു വരുന്ന ഭരണിക്കാവ് ഫെസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നാണ് ഇന്നത്തെ ഈ സെമിനാർ. 2 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ ഈ ഫെസ്റ്റ് അവസാനിക്കുകയാണ്.
കഴിഞ്ഞ വർഷം 5 ദിവസമായിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രാവശ്യം 9 ദിവസമായി ഫെസ്റ്റ് നടത്തുകയാണ്. നമ്മുടെ പഞ്ചായത്തിലെയും ഇതര പ്രദേശങ്ങളിലെയും ആയിരക്കണക്കിന് ആളുകളെ നിത്യേന ആകർഷിച്ചുകൊണ്ട് വളരെ വിജയകരമായി ഈ ഫെസ്റ്റ് നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കാലിക പ്രാധാന്യമുള്ള മാധ്യമങ്ങളും പൊതുസമൂഹവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയ ഒരു സെമിനാർ നടത്താൻ ഇതിൻ്റെ സംഘാടകർ, പ്രത്യേകിച്ച് നികേഷ് തമ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘാടകർ ആഗ്രഹിച്ചു. എന്നാൽ തുടങ്ങാൻ താമസിച്ചു. 7 മണിയാകുമ്പോൾ വേദി വിട്ട് കൊടുക്കണം എന്ന് നിർദ്ദേശിച്ചിരിക്കുക. അതുകൊണ്ട് ദീർഘമായൊരു പ്രസംഗം ചെയ്യുന്നത് ശരിയല്ല. എന്ന് മാത്രമല്ല, എത്ര കാലിക പ്രസക്തി ഉണ്ടായാലും നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് ഗഹനമായി ഒന്ന് ചിന്തിച്ച് കളയാം എന്ന് കരുതിയല്ല എന്ന് ഞങ്ങൾക്കറിയാം. ഇറ്റയുടെ കലാപരിപാടി കാണുന്നതിന് വേണ്ടിയാണ് നിങ്ങളെല്ലാവരും വന്നിരിക്കുന്നത്. അങ്ങനെ വന്നിരിക്കുന്നവരുടെ മുമ്പിലാണ് ഈ വളരെ പ്രധാനപ്പെട്ട ഈ വിഷയം നമ്മൾ നിങ്ങളുടെ ചർച്ചയ്ക്ക് വിഷയമാക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ നെടും തൂണുകൾ എന്ന് പറയുന്ന ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും കഴിഞ്ഞാൽ 4ാം തൂണ് എന്ന് പറയുന്നത് മാധ്യമങ്ങളാണ്. മാധ്യമത്തിൻ്റെ ചുമതല എല്ലാ തിന്മകളെയും എതിർക്കുക, നന്മകൾ ഉയർത്തി കാണിക്കുക എന്നുള്ളതാണ്. ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ജനവിരുദ്ധമായി നടത്തുന്ന, അത് ഗവൺമെൻറ് ആയാലും മറ്റാളുകളായാലും, ജനവിരുദ്ധമായ കാര്യങ്ങൾ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതാണ് മാധ്യമങ്ങളുടെ ചുമതല. ഇവിടെ ഉദ്ഘാടന പ്രസംഗകൻ ചൂണ്ടിക്കാണിച്ച സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നിലവിലിരിക്കുന്ന ഭരണകൂടത്തിൻ്റെ തെറ്റായ ചെയ്തികൾക്കെതിരെ ശക്തിയായി ശബ്ദമുയർത്തിയതുകൊണ്ടാണ് അന്നത്തെ ഭരണകൂടം അദ്ദേഹത്തെ നാട് കടത്തിയത്. അങ്ങനെ നാട് കടത്തപ്പെട്ട സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പാരമ്പര്യമാണ് മാധ്യമപ്രവർത്തകർ ഇന്ന് ഉയർത്തിപ്പിടിക്കേണ്ടതെങ്കിലും ഇന്ന് മാധ്യമങ്ങളെല്ലാം കോർപ്പറേറ്റുകളുടെ വക്താക്കളായി മാറിയിരിക്കുന്ന ഒരു സവിശേഷമായ സാഹചര്യമാണ്. തങ്ങൾ ആഗ്രഹിക്കുന്ന ഭരണകൂടം വരണം, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഭരണകൂടം മാറണം എന്ന തരത്തിൽ വാർത്തകൾ കൊടുക്കുന്ന മാധ്യമങ്ങളാണ് ഇന്നിവിടെയുള്ളത്. ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ നവകേരള സദസ്സിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച വാഹനത്തെക്കുറിച്ച്, ബസ്സിനെക്കുറിച്ച് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം കൊടുത്ത വാർത്തകളുടെ പൊള്ളത്തരം ആ ബസ് കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലായിരുന്നു. നാഷണൽ ഹൈവേയുടെ റീച്ച് പണി പൂർത്തിയായ സ്ഥലത്ത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഇറങ്ങിയപ്പോൾ ആ ബസ്സിന് കേടുവന്നിരിക്കുന്നു എന്ന് വാർത്ത കൊടുത്ത മാധ്യമ പ്രവർത്തനമാണ് നമ്മുടെ കൺമുമ്പിലുള്ളത്. 1957 മുതൽ ഇതുപര്യന്തമുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ധാരാളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഗവൺമെൻറ് EMSൻ്റെ ഗവൺമെൻറ് 28 മാസത്തെ ഭരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു. വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഭൂരിപക്ഷം കിട്ടാതിരുന്നതെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നുണ പ്രചരിപ്പിച്ചതുകൊണ്ട് എന്നാണ്, നിങ്ങൾ നുണ പറഞ്ഞതുകൊണ്ടാണെന്നാണ്. പക്ഷേ ഇന്നിപ്പോൾ പത്രമാധ്യമങ്ങളുടെ നുണ അത്ര ഏച്ചുന്നില്ല. കാരണം കൃത്യമായ വിവരങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നു. ശരിയേതാണ് തെറ്റേതാണെന്ന് തിരിച്ചറിയാനുള്ള അവസരം നമുക്ക് ലഭ്യമാകുന്നതുകൊണ്ട് തന്നെ എത്ര മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചാലും അതിൻ്റെ അടിയിൽ സത്യം കണ്ടെത്താൻ ജനങ്ങൾ തയ്യാറാകുന്നു. മാധ്യമ പ്രവർത്തകരെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസവും ചിന്താശേഷിയുമുള്ളവരാണ് സാധാരണ ജനങ്ങൾ എന്ന നിലയിലേക്ക് മാറിയതിൻ്റെ ഫലമായി പഴയതുപോലെ മാധ്യമങ്ങൾക്ക് ജനങ്ങളെ വഴിതിരിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നതാണ് ഇതിനിടയിലും നമ്മളെ സന്തോഷഭരിതമാക്കുന്നത്. അത്തരത്തിൽ ഈ നിലവിലിരിക്കുന്ന മാധ്യമങ്ങളുടെ വാർത്താ അവതരണ രീതിയെയും അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ സെമിനാർ ശ്രദ്ധിക്കുന്ന ആളുകൾ അനുനിമിഷം ചിന്തിക്കണമെന്നും തെറ്റായ മാധ്യമ പ്രവർത്തന രീതിയോട് അകലം പാലിക്കണമെന്നും സത്യം കണ്ടുപിടിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാകണമെന്നും മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സെമിനാറിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്യാമള ദേവി. ബഹുമാനിയുടെ നമ്മുടെ സെമിനാറിൻ്റെ ബഹുമാനിയ അധ്യക്ഷ, നമ്മുടെ
നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ അവറും ഇത് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ മുൻ MLA രാജേഷ് അവറുകൾ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നമ്മൾ മാധ്യമങ്ങളും പൊതു സമൂഹവും എന്നുള്ളതിൻ്റെ കാര്യങ്ങളെപ്പറ്റി വിശദമായിട്ട് നമ്മുടെ ഉദ്ഘാടകനും ഭാഷ മെമ്പറും ഞങ്ങാരൻ സാറും എല്ലാം സംസാരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡൻറ്റും സ്വാഗതം പറഞ്ഞ സുരേഷും എല്ലാം സംസാരിച്ചു കഴിഞ്ഞു. എൻ്റെ അനുഭവത്തിൽ എൻ്റെ കുട്ടിക്കാലത്ത് പേപ്പർ കഴിഞ്ഞാൽ പിന്നെ ഒരു റേഡിയോ ആയിരുന്നു മാധ്യമങ്ങളിലെ ഏറ്റവും വലിയ സാധനം. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കും ഇപ്പോഴത്തെ ലോകത്തും നമ്മുടെ വീട്ടിലിരുന്ന് വിരലിൽ തൊട്ടാൽ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മൊത്തം അറിയാൻ നമ്മുടെ മാധ്യമങ്ങൾ വളരെ വലുതായി വന്നിട്ടുണ്ട്. അതിന് ദോഷവും ഉണ്ട്, നല്ലതുമുണ്ട്. കാരണം ഒരു വ്യക്തിയെ ആയാലും ഒരു സമൂഹത്തെ ആയാലും നല്ലതാക്കാനും ചീത്തയാക്കാനും നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിയും. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇന്ന് നടക്കുന്ന ഓരോ കാര്യങ്ങളും അപ്പോൾ തന്നെ നമ്മൾ അറിയുന്നെങ്കിലും അത് സത്യമാണോ വിധിയാണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മളതിനെ ഉൾക്കൊള്ളാൻ. ഇവിടെ ഇന്ന് ഈ നടത്തിയ സെമിനാറിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയ മനോജലക്ഷ്മി. ബഹുമാന്യരെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന ഈ ഒരു വിഷയം, അതായത് മാധ്യമങ്ങളും പൊതുസമൂഹവും എന്ന ഈ വിഷയം ഇന്നിവിടെ തിരഞ്ഞെടുത്തത് തന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്ന പല വിഷയങ്ങളും ചോദ്യചിഹ്നമായി നമുക്ക് മുന്നിൽ ആദ്യം വരുന്നത് വിവിധ മാധ്യമങ്ങൾ തന്നെയാണ്. നമ്മൾ രാവിലെ ഉണരുമ്പോൾ കുടിക്കുന്ന ചായയുടെ ബ്രാൻഡ് മുതൽ രാത്രി ഉറങ്ങുമ്പോൾ നമ്മൾ പുതയ്ക്കുന്ന ആ ബെഡ്ഷീറ്റിന്റെ ബ്രാൻഡ് വരെ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഇന്ന് പതിഞ്ഞു വരുന്നത് ഈ മാധ്യമങ്ങൾ പലതരത്തിൽ ഇന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആദ്യം തന്നെ പറയുമ്പോൾ ആ മാധ്യമം എന്ന് പറയുന്ന മീഡിയ എന്ന് പറയുന്നത് ഒരു മീഡിയമാണ് എന്നുള്ളത് നമ്മൾ എല്ലാവർക്കും തന്നെ അറിയാം, അല്ലെ? ഒരു കുഞ്ഞു കാര്യത്തിനെ പെരുപ്പിച്ച് വലുതാക്കി വളച്ചൊടിക്കാനും മാധ്യമത്തിന് സാധിക്കും. ഒപ്പം തന്നെ ആ മാധ്യമ ധർമ്മം എന്താണെന്നുള്ളത് ഉചിതമായി എത്തേണ്ടവരുടെ അടുത്തേക്ക് എത്തേണ്ട രീതിയിൽ എത്തിക്കുന്ന 100% മാന്യത പുലർത്തുന്ന മാധ്യമങ്ങളും നമുക്ക് ചുറ്റുപാടുമുണ്ട്. ഒരു അഭിഭാഷക എന്ന നിലയ്ക്ക് നിയമത്തിന്റെ ഒരു ചെറിയൊരു കോട്ടല്ല, ഞങ്ങളുടെ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ് വോക്സ് പോപ്പുലി വോക്സ് ഡെയ് എന്ന് പറയും. അതായത് ദ വോയിസ് ഓഫ് ദ പീപ്പിൾ ഇസ് ദ വോയിസ് ഓഫ് ദ ഗോഡ്. ദൈവത്തിന്റെ ഭാഷയായിട്ടാണ് പൊതുജനത്തിന്റെ പബ്ലിക്കിന്റെ വോയിസിനെ കണക്കാക്കേണ്ടത്. അതായത് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഒപ്പീനിയൻ ഉണ്ടല്ലോ, എല്ലാ വിഷയങ്ങളും നമുക്ക് ചുറ്റിനും സംഭവിക്കുമ്പോൾ അതിനെപ്പറ്റി നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നതിനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് മാധ്യമങ്ങൾ നിർവഹിക്കുന്ന ചുമതല എന്ന് പറഞ്ഞാൽ അത് പറയാൻ തന്നെ സാധിക്കില്ല, അത്രയ്ക്ക് വലുതാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും ഒരു ചെറിയ വിഷയത്തിനെ ഒരു മനുഷ്യന്റെ മനസ്സിൽ അതിനൊരു ഉത്കണ്ഠ സൃഷ്ടിച്ചാൽ അത് നമുക്ക് ചുറ്റിനുമുള്ള എല്ലാ മാധ്യമങ്ങളെയും ഒരുപക്ഷെ എഫക്റ്റ് ചെയ്യാം. പല സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്തതിൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള എത്രയോ മാധ്യമങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസം കൂടെ ഉണ്ടായി ഒരു ന്യൂസ് ചാനൽ 24 ന്യൂസിന്റെ ഒരു ചാനലിലെ ഒരു അവതാരകനെ ചോദ്യചിഹ്നമാക്കി ഒരു കേസ് വരെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായി. അപ്പോൾ അത്തരത്തിൽ ഒരു വിഷയത്തിനെ ഏത് രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളത് ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നാൽ ആ വിഷയം ആ വ്യക്തി 4 പേരോട് ചർച്ച ചെയ്താൽ 10 പേരോട് ചർച്ച ചെയ്താൽ അത്തരത്തിൽ പല പല ഗ്രൂപ്പുകൾ ചർച്ച ചെയ്ത ഒരു വലിയ വിഷയമായി മാറുകയും ഒക്കെ ചെയ്യുന്നു. നമുക്കറിയാം, നവോത്ഥാന കാലഘട്ടത്തിൽ
ഈ കോഫി ഹൗസ് കൾച്ചർ എന്ന് പറഞ്ഞൊരു കൾച്ചർ ഉണ്ടായിരുന്നു. അതായത് ഈ ചെറിയ ചെറിയ ചായപ്പീടികകൾക്ക് മുന്നിൽ ഒത്തുചേർന്ന് അന്ന് സമൂഹത്തിൽ ഉണ്ടായിരുന്ന കൊച്ചു കൊച്ചു വിഷയങ്ങളെ പറ്റി ആൾക്കാർ ചർച്ച ചെയ്യുകയും അതിനെ ചോദ്യം അതുവരെ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന മതസ്ഥാപനങ്ങളുടെ വാക്യങ്ങളായിരുന്നു വേദവാക്യമായി കൽപ്പിച്ച് അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല, പൊതുസമൂഹം ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു കാഴ്ചപ്പാട്. അതൊക്കെ മാറ്റി ആൾക്കാർ കാര്യങ്ങളെ ചോദ്യം ചെയ്തു തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്ന് നവമാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ വരെ നമ്മൾ എത്തി നിൽക്കുകയാണ് അല്ലെ. ഇപ്പൊ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. വളരെ കുറച്ച് ദിവസങ്ങൾ, വളരെ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ എത്ര പെട്ടെന്നാണ് നമ്മൾ പൊതുസമൂഹം തന്നെ ആ വിഷയത്തിനെ കൈകാര്യം ചെയ്തത്. അതിൻ്റെ ഒരു മീഡിയം ആയിരുന്നു മീഡിയ എന്ന് പറയുന്ന മാധ്യമം. സോ ഈ മീഡിയ അല്ലെങ്കിൽ മാധ്യമവും പൊതുസമൂഹവും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് പറയാനാണെങ്കിൽ നിരവധി എക്സാമ്പിൾസ് ഉണ്ട്. ഇനി ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. നമ്മളെല്ലാവരും തന്നെ കൈകാര്യം ചെയ്യുന്ന നിരവധി ആപ്പുകൾ ഉണ്ട് അല്ലെ. ഞാൻ പലപ്പോഴും ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് അമ്മമാരൊക്കെ കൂടുന്ന സമയത്ത് അവരോട് ചോദിക്കും, നിങ്ങളുടെ മക്കൾ ഉപയോഗിക്കുന്ന ഡെയിലി യൂസ് ചെയ്യുന്ന, നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്ത് അവരുപയോഗിക്കുന്ന ആപ്പുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അവരിപ്പോൾ ഈ നിമിഷം വീട്ടിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഏതാന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കും. അറിയില്ല. സാധാരണ അമ്മമാർക്ക്, നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന അമ്മമാർക്ക് പലർക്കും അതിനെ പറ്റിയുള്ള വിവരം അറിവില്ല. അപ്പോൾ അത്തരമുള്ള കാര്യങ്ങളെ പറ്റി കൂടി അതെല്ലാം നമ്മൾക്ക് അമ്മമാരുടെയോ അല്ലെങ്കിൽ അച്ഛന്മാർക്കോ വീട്ടിലിരുന്ന്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ലോകത്തിന്റെ ഏതറ്റത്തിരുന്നാലും നമ്മുടെ കുഞ്ഞിരിക്കുന്ന സ്ഥലത്ത് അവരുപയോഗിക്കുന്ന ഡിജിറ്റൽ ഉപകരണം എന്താണോ അതിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ള കണ്ടുപിടിക്കാനുള്ള ആപ്പുകൾ വരെ ഉണ്ട്. അതായത് എനിക്ക് എൻ്റെ ഫോണിൽ നിന്നും ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ മകളോ മകനോ യൂസ് ചെയ്യുന്ന ആ ഒരു ആപ്പിനെ ഓഫ് ചെയ്യാൻ സാധിക്കും. പലർക്കും ഇവിടെ അറിയില്ല. ഗൂഗിളിന്റെ ഫാമിലി ലിങ്ക് പോലുള്ള ആപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരമുള്ള അറിവുകൾ കൂടി ഈ മീഡിയാസ് തന്നെ നമ്മൾക്ക് ഡെയിലി യൂസിനുള്ള ആവശ്യങ്ങളും കൂടെ മീഡിയ വഴി കൂടെ പകരണം എന്നുള്ളൊരു അഭിപ്രായം കൂടെ എനിക്കുണ്ട്. പിന്നീട് നിരവധി എക്സാമ്പിൾസ് ആണ് നമ്മൾക്ക് ചുറ്റിനുമുള്ളത്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഇന്ന് സമയം അനുവദിക്കാത്തത് കൊണ്ട് മാത്രം എൻ്റെ ആശംസകളിലേക്ക് ഞാൻ കടക്കുകയാണ്. ഭരണിക്കാവ് ഫെസ്റ്റിന്റെ സംഘാടക സമിതിക്ക് 1000 ആശംസകൾ ഇത്തരമൊരു വിഷയം ചൂസ് ചെയ്തതിനും, ഒപ്പം തന്നെ ഈ 10 നാൾ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ആഘോഷം തന്നെ നമ്മുടെ നാടിന്റെ ഒരു ഉത്സവ പ്രതീതി ഉണർത്തിയ ഭരണിക്കാവ് ഫെസ്റ്റ് സീസൺ 2 എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ ഈ പരിപാടിക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതിന് വേണ്ടി CDSന്റെ ചെയർപേഴ്സൺ ശ്രീമതി വസന്ത രമേശൻ. ഏറെ ബഹുമാനിയായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ ദീപ അവർ, ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ രാജേഷ് അവർ, മുൻ MLA, വേദിയിലും സദസ്സിലുമുള്ള മറ്റു ബഹുമാന്യരെ, പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ, എല്ലാവരും ഇവിടെ കാത്തിരിക്കുന്നത് വലിയ പ്രസംഗമോ കൃതജ്ഞതയോ ആശംസയോ ഒന്നും കേൾക്കുന്നതിന് വേണ്ടിയിട്ടല്ല. അതിൻ്റെ സമയങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാവരും കാത്തിരിക്കുന്നത് ഇനിയും ഇവിടെ നടക്കാൻ പോകുന്ന പാട്ടുകളിയാട്ടം കേൾക്കുന്നതിനും ആസ്വദിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്നറിയാം. നമ്മൾ ഈ 7 ദിവസം കടന്നു പോയത് എങ്ങനെയാണെന്ന് തന്നെ അറിയില്ല. കഴിഞ്ഞ വർഷം 7 ദിവസം കൊണ്ട് തീർന്ന ഈ കറ്റാനം ഫെസ്റ്റ് ഈ വർഷം 10 ദിവസത്തേക്കാണ്. 7 ദിവസവും നമ്മളുടെ മനസ്സിന് മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന നന്മയാണെന്ന് പറഞ്ഞു. ഈ കൂടിയിരിക്കുന്ന ജനങ്ങളെല്ലാം ഇങ്ങനെ ഒന്നിച്ചിരിക്കുവാനൊരവസരവും നല്ലവണ്ണം സന്തോഷിച്ച് ആസ്വദിച്ച് പോകുവാനൊരവസരവും കൂടിയാണ് നമുക്ക് ബഹുമാന്യനായ നികേഷ് തമ്പി അവർ ഒരുക്കി തന്നത്. അദ്ദേഹത്തിനും ഇതിൻ്റെ സംഘാടക സമിതിക്കും എല്ലാവർക്കും ഞാൻ നന്മകൾ നേർന്നുകൊണ്ട്, എല്ലാവർക്കും കൃതജ്ഞതയും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഒരറിയിപ്പ്, ഒരു ATM കാർഡ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഉടമസ്ഥ ഈ സ്റ്റേജിനടുത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ATM കാർഡ് ഈ ഗ്രൗണ്ടിൽ നിന്ന് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ സെമിനാർ ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കും.